ഒരു സമയം ഉണ്ടായേനെ കേട്ടോ. ഞാൻ ബൈക്ക് കീക്കടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവാണ്. ബൈക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല, അതാണ് കീക്കടിച്ചത്. യു ഗൈസ്, ഈ മാസത്തെ ഫസ്റ്റ് വീക്ക് എഡിഷൻ വീഡിയോ ആണ് ഇത്. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നുകൊണ്ട് ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ പിന്നെ എടുക്കണമെന്ന് കരുതി എടുത്തതിൻ്റെ കുറച്ചുമുണ്ട്. സോ ശരിയാവുമെന്ന് വിശ്വാസത്തോടു കൂടി അടുത്ത വീഡിയോ കണ്ടിട്ട് ഗൈസ്. അടുത്ത വീഡിയോ നമുക്ക് എപ്പോഴെങ്കിലും ഇടാം. ഓക്കെ ഗൈസ്, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറി. ചോട്ടുപായി കണ്ടാൽ ഭയങ്കര ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളെ സ്റ്റുഡിയോയിൽ നിന്ന് സംഭവം എന്ന് പറഞ്ഞാലേ ജിമ്മിൽ പോകാൻ ഡ്രസ്സില്ലാതെ തന്നെ നമ്മളാണ് സ്റ്റുഡിയോയുടെ ഓഫർ കണ്ടിട്ട് കയറിയത്. 149 നല്ല കിട്ടില്ല 3 ടീഷർട്ട് എടുത്ത് അതിൽ പറഞ്ഞാൽ എനിക്കും കൂടി ഷോട്ട് പോയി മേടിച്ച് തന്നായിരുന്നു. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഇന്നും പക്ഷേ ജിമ്മില്ല. സോ നമ്മൾ ജിമ്മിൽ ഈ ഡ്രസ്സ് ആയിരിക്കും അടുത്ത ദിവസം പോകണല്ലേ. അതെ ബൈസിപ്സ് കാണിച്ചെടുത്താണ് ബൈ. ബൈസിപ്സ് ഒന്നും ഇല്ല, ഉണ്ടായിരുന്നതൊക്കെ പോയി ഗൈസ്. ഒരു സമയം ഉണ്ടായേനെ കേട്ടാ. നമുക്ക് അടുത്ത ദിവസം കാണാം. നിഹാ സന്തോഷത്തിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിൽ ഒരു പൂച്ച അടിപൊളി പൂച്ചയുടെ എനിക്ക് വേണ്ട, ആർക്കെങ്കിലും വേണോ ഗൈസ്? പൂച്ചയെ കൊടുക്കണം. എത്ര രൂപടാ? ഫ്രീയാ? അപ്പൊ ഞാൻ ഇപ്പൊ കൊണ്ടുപോവാ. ബൈ ഗൈസ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ജിമ്മിൽ വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജിമ്മ് കാണുന്നത്. നമ്മൾ പോയി വർക്കൗട്ട് ചെയ്തിട്ട് കുറെ നാളുകൾക്ക് ശേഷം ബോഡി ഭയങ്കര ടയേർഡായി. സോ ഇവിടെ മ്യൂസിക് കാരണം കോപ്പിറൈറ്റ് കിട്ടുമായിരിക്കും മിക്കവാറും. ഗൈസ് ഈ ഇറ്റാച്ച് വെച്ച് അടിച്ചിരിക്കുന്ന ഈ ചേട്ടനാണ് നമ്മുടെ ട്രെയിനി. ഈകളൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ചേട്ടാ സുഖം തന്നെ. അതിന് നമ്മ കളക്കാനെ പോലെ ഫേസ് വൈശ്വന്തര കാണിക്കുന്നു. ഞാൻ ബൈക്ക് കീക്കടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുവാണ്. ബൈക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല, അതാണ് കീക്കടിച്ചത്. ബായെന്ന് പഠിക്കണില്ല, ദീപു അടി ഒന്നുകൂടി പറക്കണം. വലിയൊരു ഇതില്ലെങ്കിലും കുഴപ്പമില്ല. വൈശു കോമണ്ട്രാ അവരെ ബോഡി വെച്ച് ഇതൊക്കെ ചുമ്മാതെ എടുത്തറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡോ ഗൈസ്? എന്റെ ലെഫ്റ്റ് അത്ര പവറൊന്നുമില്ല, റൈറ്റിനെ പവറില്ല, പിന്നെയാണ് ലെഫ്റ്റ്. ഞാനും ചവിട്ടുണ്ട്, എന്റെ കൂടി എടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് കാണണ്ട. നെടുമങ്ങാട് കറക്റ്റ് പ്രോപ്പർ പറയുകയാണെങ്കിൽ നമുക്ക് പോത്തങ്കോടന്ന് പോണ വഴിക്കാണ് ഗൈസ് ഈ സ്ഥലം. ഓപ്പോസിറ്റ് സൈഡൊക്കെ നോക്കിയോ. ഞാൻ അപ്പുറം ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഒരുപാട് ബീൻ ബാഗ് ഇരിക്കുന്ന കണ്ടിട്ട് കയറിയതാണ്. ഇതല്ല ഗൈസ്, കസ്റ്റമർ ചെയ്തതാണ് ഒരാൾക്ക് വേണ്ടി 8000 രൂപ പറഞ്ഞത്. കൊള്ളാം. അത് ഒരാൾക്ക് വേണ്ടി പറഞ്ഞാണ്. ഞാൻ പിന്നെ ഇവിടെ നോക്കിയിട്ട് എനിക്ക് മിലിറ്ററിയുടെ കണക്കത്തെ സംഭവം ഇല്ലേ, അത് ഞാൻ ഇങ്ങനെ മേടിക്കായത്. ഇപ്പോൾ ഷോർട്ട് പോയി അവിടെ എന്തൊക്കെ 3500 പറഞ്ഞു ഗൈസ്. എനിക്ക് അത്യാവശ്യം ഇത്തിരിതായിട്ട് കുറച്ച് തന്നിട്ടുണ്ട് ചേട്ടൻ. ചേട്ടൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ നമ്പറിലുണ്ട്. മുടി ഒതുക്കിയിട്ട് ഇപ്പം വരെയാണ്. സോ ഈ മന്ത് ആദ്യ പകുതിയിലല്ലോ ഓക്കെ, ആദ്യ 10 ദിവസത്തിലുള്ള ബ്ലോഗിൽ ഇത്രേ കണ്ടന്റ് ഉണ്ടായിരുന്നുള്ളൂ. കണ്ടന്റ് എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡിജിറ്റൽ ഡയറി എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. I hope you guys enjoy this video. Show some love in the form of comments and likes. Bye bye.